ഉണ്ടാക്കത്തേനാണ് നമ്മള് ഗുഡ്നസ്. ഇനി ഞാൻ പഠിപ്പിച്ചിട്ട് കാര്യമില്ല. ചായ കൂടെ ഉണ്ടാക്കാതെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടോ? എങ്ങനെ ഉണ്ടാക്കാറില്ലടാ. ഒരു ചായ കുടിക്കാത്ത ആളില്ലല്ലോ. അപ്പൊ ചായ നമ്മൾ ചായച്ചെടിയെ വേർതിരിക്കുക. അരിപ്പ് ഉപയോഗിച്ചിട്ട് ഇതിലിപ്പോ എന്താ സംശയം അല്ലേ? ഫിൽട്രേഷൻ അല്ലെങ്കിൽ സ്ട്രെയിനിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഫിൽട്രേഷൻ ചെയ്യാണ് ചെയ്യുക. എന്തുകൊണ്ടാ ഫിൽട്രേഷൻ ചെയ്യുന്നത് ചോദിച്ചാൽ പറയാൻ പറ്റും. കണങ്ങളിലെ വലിപ്പത്തിന്റെ വ്യത്യാസം, സൈസിലുണ്ടാകുന്ന വ്യത്യാസം. ഈ ചായ ചെണ്ടിയും ചായയും നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിനകത്തുള്ള പാർട്ടിക്കിൾസ് ഉണ്ടാകുന്ന സൈസിനനുസരിച്ചാണ് അവിടെ വ്യത്യാസം സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റും. സിമ്പിൾ ക്വസ്റ്റ്യൻ, ലോജിക്കലി ആലോചിച്ചാൽ കിട്ടുന്ന ക്വസ്റ്റ്യൻ. തല പുകച്ച് പുണ്ണാക്കേ വേണ്ട, എന്ത് സിമ്പിളായി ചെയ്യാൻ പറ്റിയ കാര്യമാണ്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ആ ചാപ്റ്ററിൽ ഏറെക്കുറെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇരുമ്പ് പൊടിയും മണലും ചേർത്തൊരു മിശ്രിതം തന്നിട്ടില്ല. അയൺ പൗഡർ ആൻഡ് സാൻഡ്, പ്ലാൻ ആൻഡ് എക്സ്പെരിമെന്റ് ടു സെപ്പറേറ്റ് അയൺ പൗഡർ. ഇതിൽ നിന്ന് അയൺ പൗഡർ എങ്ങനെ നിങ്ങൾ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അറിയില്ല ടീച്ചറേ എന്ന്. അപ്പൊ ഞാൻ വന്നാലും പട്ടിണി കിടന്ന് സപ്പോർട്ടില്ല, വീട്ടിൽ വന്നാലും മിസ് അവിടെ ഇരിക്കുകയുള്ളൂ. എന്റെ വക ചായ കിട്ടിയിട്ട് മിസ് അവിടെ നിൽക്കില്ല എന്നുള്ളതാണല്ലേ. നിങ്ങൾ എന്നോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? റെഡി, ചായ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. റെഡി. അപ്പൊ പറയണ ചായ കഴിഞ്ഞു, ചായ കുടിക്കട്ടെ. ചായ കുടിച്ചിട്ടിരിക്കുന്ന സമയം ചായ കഴിഞ്ഞു, ഫുഡ് കഴിഞ്ഞു, ഇങ്ങോട്ടേക്ക് വരിക, പറയുക. ഇവിടെ ഇരുമ്പ് പൊടിയും മണലും ചേർത്ത മിശ്രിതം നമുക്ക് തന്നിട്ടുണ്ട്. അതെങ്ങനെയാ സെപ്പറേറ്റ് ചെയ്യുക? വെരി ഗുഡ് ശ്രുതി. ഒരുപാട് മക്കൾ അടിപൊളിയായിട്ട് ആൻസർ ചെയ്യുന്നുണ്ട്. എന്താ നമുക്ക് ഈ മാഗ്നറ്റിക് സെപ്പറേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാന്തം ഉപയോഗിച്ച് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നുള്ള റീസൺ? കാന്തം എന്ന് പറയുന്ന സാധനമില്ല, മാഗ്നറ്റ് എന്ന് പറയുന്ന സാധനം എന്ത് ചെയ്യാണ്? ഈ ഇരുമ്പ് പോലെയുള്ള സാധനങ്ങൾ ആകർഷിക്കും. ഇവിടെ ബാഡിന്റെ മുട്ട, എന്റെ മുത്തിന് ഞാൻ എവിടെ പുട്ടാന്ന് ചോദിക്കുകയാണ്. അത്ര പുട്ട അവരുടെ എന്ത് ചെയ്യണം? നമ്മുടെ ഇരുമ്പ് പോലെയുള്ള സാധനങ്ങളെ മാഗ്നറ്റ് അട്രാക്ട് ചെയ്യണം. അല്ലാത്ത സാധനങ്ങൾ, ഇപ്പൊ നോൺ മാഗ്നറ്റിക് ആയിട്ടുള്ളതും മാഗ്നറ്റിക് ആയ സാധനങ്ങളാണ്. കാന്തം ആകർഷിക്കുന്നതുകൊണ്ട് ആകർഷിക്കാത്ത വസ്തുക്കളുണ്ട്. അങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇനി ഉപ്പ് വെള്ളത്തിൽ നിന്ന് ഉപ്പ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് അത് നമുക്ക് പറയാൻ പറ്റും. സെപ്പറേറ്റിംഗ് സോൾട്ട് യൂസ് ചെയ്യുന്നത് ഇവാപറേഷൻ എന്ന മെത്തേഡാണ്. എന്താ ഇവാപറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇവാപറേഷൻ ചൂടാക്കുന്ന സമയത്ത് നന്നായിട്ട് ഇവാപറേഷൻ ചെയ്യുക. ചൂടാക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? വെള്ളം മാനിഷായിട്ട് മുകളിലോട്ട് ബുഫ് എന്ന് പറഞ്ഞ് പോകും. പിന്നെ ബാക്കിയുള്ള ഉപ്പിനെ മാത്രം നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഉപ്പ് ഉണ്ടാക്കുന്നത് അല്ലേ? ഉപ്പ് ഉണ്ടാക്കുന്നത് പെരിയ കഥ. ഇപ്പൊ സമയമല്ല, പിന്നെ പറയാം പെരിയ കഥ. പിന്നെ ചഫ് ഫ്രം പാഡിയിൽ നിന്ന് ചഫ് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ബിന്നോയിൽ അല്ലെങ്കിൽ പാറ്റൽ എന്നൊക്കെ പറയും. നമ്മൾ എന്താണ് ഇതിനകത്ത് ഇല്ലാത്ത മണ്ണല്ലാത്ത സാധനത്തിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ യൂസ് ചെയ്യുക? പാറ്റ, ബിന്നോയിൽ എന്നൊക്കെ പറയും. പിന്നെ ചൂടിങ് ആണ്. ഈ ബട്ടർ കേടിൽ നിന്ന് ബട്ടർ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചൂടിങ് ആണ് യൂസ് ചെയ്യുക. കടയാന്ന് കേട്ടിട്ടില്ല, കടഞ്ഞെടുക്കാന്ന് കേട്ടിട്ടില്ല. അതാണ് സംഭവം. അപ്പൊ ഇങ്ങനെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഇത് എപ്പോഴും ചോദിക്കും. ഈ ചാപ്റ്ററിന് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല ഗൈസ്, പഠിച്ചു വെച്ചോ. വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഉപ്പളങ്ങളിൽ നിന്ന് ഉപ്പ് വേർതിരിക്കാൻ ബാഷ്പീകരണം ഇവാപറേഷൻ ആണ്. ബട്ടർ ഈസ് സെപ്പറേറ്റഡ് ഫ്രം ഓയിൽ. തൈരിൽ നിന്ന് വെണ്ണ വേർതിരിക്കാൻ നമ്മൾ കടഞ്ഞാൽ മതി. തൈരിൽ കടഞ്ഞെടുത്ത് കടഞ്ഞെടുത്തതുണ്ട്. പോയി കടഞ്ഞാൽ പറയണ്ട, കൂടുതലായിട്ട് പറഞ്ഞു. ഏതൊരു പാട്ടാണ് എന്തെങ്കിലും കടഞ്ഞെടുത്ത സാധനം കടയുക, അതാണ് ചൂടിയാണ് സംഭവം. പിന്നെ അയൺ പൗഡർ സാൻഡിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ മാഗ്നറ്റിക് സെപ്പറേഷൻ യൂസ് ചെയ്താൽ മതി. കാന്തിക വിഭജനമാണ്. നെല്ലും പതിനുമാണെങ്കിൽ ബിന്നോയിങ് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒന്ന് പരീക്ഷയ്ക്ക് ഷുവറായിട്ടും ചോദിച്ചിരിക്കും. പഠിച്ചു വെക്കുക. വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. റെഡി അല്ല? അടുത്തത് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുക. നിങ്ങൾ പ്രതീക്ഷിക്കും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. അല്ല, വളഞ്ഞു നോക്കിയിരിക്കുന്ന പരിപാടി. സ്റ്റേറ്റ്മെന്റ് ചോദിക്കും, MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അപ്പൊ അത് പഠിച്ചിരിക്കുക. പിന്നെ ഓർ ക്വസ്റ്റ്യൻസും ചോദിക്കും. അപ്പൊ ഏതാണ് നിങ്ങൾക്ക് പറ്റുന്ന ചാൻസ് ഇല്ല കേട്ടോ. തന്നിരിക്കുന്ന പ്രസ്താവന കാരണവും പരിശോധിക്കുക. ഈവൻ സ്റ്റേറ്റ്മെന്റും അതേപോലെ റീസണും തന്നിട്ടുണ്ട്. ഈ നാടുകളിൽ കറക്റ്റ് വണ്ണ് ചോദിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് വണ്ണ് എന്താ പറയുന്നത്? വാട്ടർ വിത്ത് ഷുഗർ ഡിസോൾവ് ഇൻ ഇറ്റ്സ് ഹോമോജീനിയസ് മിക്സ്ചർ. പഞ്ചസാര ലയിപ്പിച്ച വെള്ളം ഏകാത്മക മിശ്രിതമാണെന്നാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത്. രണ്ടെന്താണ്? The sugar molecule spread all the water and show the same property throughout. പഞ്ചസാര തന്മാത്രകൾ വെള്ളത്തിലുടനീളം വ്യാപിക്കുകയും വെള്ളത്തിലുടനീളം ഗുണങ്ങൾ കാണിക്കുകയും ചെയ്യുന്നു. ഇതേതാണ് കറക്റ്റ്? 1 ആണോ 2 ആണോ 3 ആണോ? ഏതാണ് ശരി? ABC എന്നൊക്കെ വിട്ട് തന്നിരിക്കുന്നത്. വേഗം പറ. ഏതാ മക്കളെ വരാ? യെസ്, ഏതാ വരാ? സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് വാട്ടർ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഹോമോജീനിയസ് ആയിട്ടുള്ള ഏകാത്മക മിശ്രിതമാണ് കിട്ടാന്നുള്ളതിൽ ആർക്കും സംശയമില്ല. പക്ഷേ പ്രസ്താവന 1 എന്ന് പറയുന്നത് ശരിയാണ്. എന്നാൽ റീസൺ എന്ന് പറയുന്നത് കറക്റ്റ് ആണോ? റീസൺ എന്ന് പറയുന്നതും പ്രസ്താവനയ്ക്ക് അനുയോജ്യമല്ലേ? കാരണം എന്താ പറഞ്ഞിരിക്കുന്നത്? ഷുഗർ മോളിക്യൂൾസ്
about the water and show same property. എവിടെ നോക്കിയാലും ഒരേ സ്വഭാവം കാണിക്കുന്നുണ്ടെങ്കിൽ സംശയമില്ലല്ലോ. പഞ്ചസാര വെള്ളം നോക്കിക്കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും ഒരേപോലെ ഇരിക്കുന്ന സാധനമേ. സോ രണ്ടും ശരിയാണ്, കറക്റ്റ് ആയിട്ട് അടിപൊളിയായി ചാൻസ് ചെയ്തിട്ടുണ്ട്. ബി തന്നെയാണ് പവർ. സ്റ്റേജ് പ്രിപ്പയറിംഗ് സൈഡ് ഒനിയൻ പീൽ ആർ ഗിവൺ. ഇവിടെ തന്നിട്ടുണ്ട് ഒനിയൻ പീല്, ഉള്ളിത്തൊലിയില്ലേ, നമ്മൾ കറിയാറില്ല, ഉള്ളിനെ പൊളിച്ചിട്ട് സോളിൽ ഗ്രിപ്പിച്ചത് കറിയാറില്ലേ, അതിൽ ഏറ്റവും നനത്തൊരു എന്താ പറയുക തൊലി എടുത്തിട്ട് നമ്മൾ സ്ലൈഡിൽ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇത് ടെസ്റ്റ് ചെയ്യാറുള്ളത് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. എങ്ങനെയാണ് മക്കളെ ടെസ്റ്റ് ചെയ്യാം? എങ്ങനെ ടെസ്റ്റ് ചെയ്യാം? സംഭവം സിമ്പിളാണ്. 1 2 3 4 5 എങ്ങനെയാണ് നമ്മളോട് ചെയ്യേണ്ടത് ചോദിച്ചാൽ ആദ്യം തന്നെ ഫസ്റ്റ് വണ്ണിന് പറയുന്നതാണ് വൃത്തിയാക്കിയ ഉള്ളിയുടെ നേർത്ത പാളി നമ്മളതിൽ സെപ്പറേറ്റ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ടേക്ക് തിൻ ലെയർ എടുക്കുന്നു. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് സ്റ്റീൽ അടങ്ങിയിട്ടുള്ള ഒരു വാഷ് ഗ്ലാസ്സിലോട്ട് അത് വെക്കാനുള്ളത് അഞ്ചാമത്തെയാണ് കറക്റ്റ്. പിന്നെയുള്ളത് കറ പിടിച്ച കഷ്ണം ഗ്ലിസറിനുള്ളിൽ ഒരു സ്ലൈഡിൽ അത് വെക്കുകയാണ് ചെയ്യേണ്ടത്. സോ നാലാമത്തെ പ്ലേസ് സ്ട്രീം പീസ് ഓഫ് ഗ്ലിസറിൻ ഓൺ എ സ്ലൈഡ് എന്ന് പറയുന്നത് പിന്നെ വെക്കുന്നു. പിന്നെ നമുക്ക് അതിനുള്ളിൽ കവർ ഗ്ലാസ് വെച്ച് അടച്ച് വെക്കാം അല്ലെ. കവർ ഗ്ലാസ് വെച്ച് നമ്മൾ സാധനം അടച്ച് സെറ്റാക്കി വെക്കുന്നു. മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കുന്നു. സോ 2 5 4 1 3 എന്ന് പറയുന്നതാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ട് വരുന്നത്. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കും. അടുത്തത് പ്യുവർ കോക്കനട്ട് ഓയിൽ. പ്യുവർ അതേപോലെ തന്നെ പ്യുവർ എന്താ പറയുക കോക്കനട്ട് ഓയിൽ, ശുദ്ധമായ വെളിച്ചെണ്ണ, ശുദ്ധമായ പാലെന്നൊക്കെ കേട്ടിട്ടില്ലേ. ആക്ച്വലി ശുദ്ധം എന്ന് പറയുന്ന സാധനം ശാസ്ത്രീയമായിട്ട് ശുദ്ധമായിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ ശരിക്കും അത്രയും പ്യുവർ ആണോ? അതിനകത്ത് വേറെ ഒന്നും ഇല്ലെന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ശാസ്ത്രീയമായി ശുദ്ധമായ പദാർത്ഥമായി താരതമ്യപ്പെടുമ്പോൾ അതിലെ തന്മാത്രയിലെ ക്രമീകരണം നിങ്ങളെ വിശദീകരിക്കാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. സോ എന്താണ് നിങ്ങൾ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്? സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള തന്നെയാണോ? ശുദ്ധമായ പദാർത്ഥത്തിൽ ശുദ്ധമായ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് ചോദിക്കുന്നത്. വേഗം പറ, ആണോ? നമ്മൾ പച്ചക്കപ്പെടാണ്, നമ്മൾ വെറും പച്ചപ്പിന്റെ ആളുകളായി മാറിക്കൊണ്ട് നമ്മളല്ല. നമ്മള് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവര് പറയും ശുദ്ധമായ വെളിച്ചെണ്ണ, ശുദ്ധമായ പാല്, ശുദ്ധമായ തേന എന്നൊക്കെ പറയുമ്പോഴും ആക്ച്വലി ശുദ്ധമൊന്നുമല്ല. പേരിൽ മാത്രമേ ഉള്ളൂ, പ്യുവർ എന്നുള്ള പേര് അതിനകത്ത് മാത്രമേ ഉള്ളൂ. അതിനകത്തും പല കമ്പോണൻസ് ഇവിടെ അടക്കിയിട്ടുണ്ട് അല്ലെ. ശുദ്ധമായ വെളിച്ചെണ്ണ, ശുദ്ധമായ പാലൊക്കെ നിങ്ങൾ ഉണ്ടാകും. പക്ഷെ ശുദ്ധമായ വാക്ക് എന്നുള്ളത് പരസ്യത്തിൽ ശുദ്ധമായ വെളിച്ചെണ്ണ, ശുദ്ധമായ പറച്ചിന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനകത്ത് മറ്റു പല എണ്ണകളോ ഘടക പദാർത്ഥങ്ങളോ അടങ്ങിയിട്ടില്ല എന്നേ പറയുന്നുള്ളൂ. പക്ഷെ അതിനകത്ത് കംപ്ലീറ്റ് അത് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നില്ല അല്ലേ. അതിനകത്ത് എന്തൊക്കെയോ സാധനങ്ങൾ വേറെ ഉണ്ട്. ഇൻഗ്രീഡിയൻസ് നോക്കി എനിക്ക് കാണാൻ പറ്റും. അത് മാത്രമല്ല, പക്ഷേ എന്താ പറയാൻ പറ്റുക, അതിൽ മറ്റ് എണ്ണകളോ ഘടകങ്ങളോ അധികം അടങ്ങിയിട്ടില്ല. അത്ര മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. പ്യുവർ എന്ന് പറഞ്ഞാൽ ഡസ് നോട്ട് മീൻ ദ സെയിം കറക്റ്റ് ആയിട്ടുള്ള സാധനമല്ല. പ്യുവർ കോക്കനട്ട് ഓയിൽ മീൻസ് കോക്കനട്ട് ഓയിൽ മീൻസ് ഡസ് നോട്ട് കൺസീൻ എനി അതർ ഓയിൽ.